ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യക്ക് തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ അയൽ രാജ്യം. പലപ്പോഴും നമ്മളതിനെ പരാമർശിക്കാറുള്ളത് ശത്രു രാജ്യം എന്നുള്ളത്. പലപ്പോഴും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പാകിസ്ഥാൻ തന്നെയാണ്. ഇപ്പോൾ അതേ പാകിസ്ഥാനും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായ സൗദി അറേബ്യയും നാറ്റോ അംഗരാജ്യമായ തുർക്കിയും അണുവായുധ രാജ്യമായ പാകിസ്ഥാനും ഒന്നു ചേർന്നുകൊണ്ട് ഒരു ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സൗദി ഒരുപാട് മുമ്പിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അണുവായുധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം തന്നെ, ഇന്ത്യയിൽ കുറച്ച് പുറകിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. പക്ഷേ പാകിസ്ഥാന്റെ കയ്യിലും അണുവായുധം ഉണ്ട്. നേരെ മറുവശത്ത് തുർക്കി എന്ന് പറഞ്ഞാൽ ഇവർ നാറ്റോ അംഗമാണ്. നാറ്റോന്റെ പ്രത്യേകത, നാറ്റോനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്ന് ആക്രമിച്ച രാജ്യത്തിനെതിരെ തിരിച്ചടിക്കും. അതാണ് നാറ്റോന്റെ ആർട്ടിക്കിൾ 5 പ്രകാരമുള്ള കരാർ. അതേ കരാറുമായി ബന്ധപ്പെട്ട് അതേ മോഡലിൽ ഈ പറഞ്ഞ പോലെ ഈ 3 രാജ്യങ്ങളും, അതായത് തുർക്കി, പാകിസ്ഥാൻ, അതുപോലെ സൗദി അറേബ്യ, ഇവർ 3 പേരും പാടെ ഒരു ഇസ്ലാമിക് നാറ്റോയിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിലിപ്പം ഏതെങ്കിലും രാജ്യത്തെ ഇന്ത്യ കയറി പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയും തുർക്കിയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യ തുർക്കി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അപ്പോൾ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോട്ട് പോകണമെങ്കിൽ ഇവർ 3 പേരും ഒറ്റക്കെട്ടായി വന്ന് ഇനി ആക്രമണത്തിലോട്ട് വരും. മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തുർക്കി ആക്രമിച്ചു കഴിഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളും നമ്മൾ തിരിച്ചടിക്കാൻ വരും. അപ്പം ലോകത്തിന്റെ മൊത്തം സമവായങ്ങൾ മാറി മറിഞ്ഞുകൂടി ഇനി ഇന്ത്യക്ക് എന്ത് ഇതിലപ്പുറം ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച മുമ്പിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ ഇന്നലെ മക്കയിൽ വെച്ചിട്ടാണ്, ഓഗസ്റ്റ് 7 മക്കയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലെ കരാർ ഇന്നലെ ഒപ്പിട്ടത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും തുർക്കിയുടെ പ്രസിഡന്റും അതേപോലെ സൗദി അറേബ്യയുടെ കിരീടാവകാശിയും 3 പേരും ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു. അവരതിൽ ഔദ്യോഗികമായി ഒപ്പിട്ടു. എല്ലാ രാജ്യങ്ങളും വലിയ അമ്പരപ്പോടെയാണ് ഈ സാധനം കണ്ടത്. എങ്ങനെയാണ് സാർ ഈ വിഷയത്തെ വീക്ഷിക്കുന്നത്? വലിയ അത്ഭുതമൊന്നുമില്ല. ഈ 3 രാജ്യങ്ങളിൽ സായുധ ശക്തി കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് തുർക്കിയും ഏറെക്കുറെ പാകിസ്ഥാൻ. അല്ല, തുർക്കിക്ക് ഡ്രോണുകൾ മാത്രമല്ല. തുർക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോണാണ്. ഇറാനെ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇറാന്റെ മിസൈലും ഡ്രോണും എന്നാണ്. തുർക്കി പലപ്പോഴും അറിയപ്പെടാറുള്ളത് അവരുടെ ഡ്രോണിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഈ കൂട്ടത്തിൽ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്ന, അല്ല മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രാജ്യം തുർക്കിയാണ്. പാകിസ്ഥാൻ ആ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. കാരണം പാകിസ്ഥാന്റെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ പാകിസ്ഥാൻ ഇപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൗദി അറേബ്യ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന രാജ്യം, ഇനി ബുദ്ധിമുട്ടാൻ പോകുന്ന രാജ്യം, ഈ പോളിസി അങ്ങ് നടപ്പാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാൻ പോകുന്ന രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ എന്നുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കൺസ്യൂമേഴ്സ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യങ്ങൾ ഇന്ത്യയും ചൈനയുമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഈ ഫീൽഡിൽ നിന്ന് മാറുമ്പോൾ അത് റഷ്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് മേടിക്കാൻ പറ്റും. ഇതിൽ ലാഭം കിട്ടുന്ന അമേരിക്കയായിരുന്നു രണ്ടാമത്തെ രാജ്യം. സൗദി അറേബ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ മേടിച്ചിരുന്ന രണ്ടാമത്തെ രാജ്യം അമേരിക്കയായിരുന്നു. ഈ അമേരിക്കയ്ക്ക് ഇപ്പം വെനിസ്വല എന്നുള്ള എണ്ണ ആയപ്പോൾ അവന് പുറത്തൊന്നും വേണ്ട ശരിക്കും. അത് അവനെ വെനിസ്വലക്കാരനെ പറ്റിച്ച് ആ കാശും കൊണ്ട് അവൻ ജീവിച്ചോളും. അപ്പോൾ അവിടെ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട 2 മാർക്കറ്റ്, ഒന്ന് ഇന്ത്യയും 2 അമേരിക്കയും മാറി നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സൗദി അറേബ്യ ഞെരുങ്ങും. പിന്നെ ടർക്കിക്ക് ഇതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യയുടെ പൈസയുണ്ട്, ടർക്കിയുടെ കയ്യിൽ ഇഷ്ടംപോലെ കൊടുക്കാൻ ആയുധമുണ്ട്, പലതരത്തിലുള്ള ആയുധമുണ്ട്, ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് കാശ് കിട്ടും? ലാഭം കിട്ടും. ടർക്കിക്കും ലാഭമാവും ഈ ഏർപ്പാട്. അമേരിക്കയ്ക്ക് ഇവിടുന്ന് മാറുന്നതുകൊണ്ട് സ്വന്തമായിട്ട് അവൻ്റെ വെനിസ്വലൻ എണ്ണ വിറ്റ് അവൻ നാട്ടുകാരെ പറ്റിക്കും. അപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു രാജ്യം സൗദി അറേബ്യയാണ്. പിന്നെ ഇന്ത്യ അതിൻ്റെ അകത്ത് കൂടുതലായി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. സൗദി അറേബ്യ ഇന്ത്യയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ധാരണ ഉണ്ട്. ഈ എഗ്രിമെൻറ്റ് ഇന്ത്യ സൗദി റിലേഷൻഷിപ്പ് ബാധകമല്ല. ഇന്ത്യയും പാകിസ്ഥാനായിട്ട് തർക്കം ഉണ്ടായാൽ നാളെ ഇത് വരാൻ സൗദി അറേബ്യ രംഗത്ത് ബൈൻഡിങ് അല്ല സൗദി അറേബ്യക്ക്. അത് നേരത്തെയുള്ള എഗ്രിമെൻറ്റാണ്. ഇന്ത്യ ഇപ്പോഴും ഈ എഗ്രിമെൻറ്റിലും ഈ 3 പേര് ത്രികക്ഷി എഗ്രിമെൻറ്റിലും ഈ ക്ലോസ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത് ഇന്ത്യയായിട്ടുള്ള ആണ് ഇന്ത്യ കൂടുതൽ വേലാതിപ്പെടാതിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൺസംഷൻ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും സൗദി അറേബ്യ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തട്ട് കിട്ടാൻ പോകും സൗദിക്കാണ്. ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ ട്രംപിൻ്റെ തിയറി ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുകയാണ്, എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നിയന്ത്രിക്കാൻ പോകുന്ന ട്രേഡാണ്. ആ ട്രേഡിൻ്റെ പശ്ചാത്തലം വരുമ്പോഴാണ് ഇവിടെ സൗദി ഇറങ്ങാൻ പോകുന്നത്. ഇത്തവണ പല യുദ്ധങ്ങളും നിൽക്കുന്ന എങ്ങനെയാണ്? ഹോർമോസ് കടലിലേക്ക് ഇടിച്ചപ്പോൾ അവിടെ അടച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി, ലോകത്ത് പ്രശ്നമായി അല്ലേ? അതിൻ്റെ കാരണം എന്താ? കടലിടുക്കിൽ കൂടെ ആർക്കാണ് പോകേണ്ടത്? ഏത് ചരക്ക കൊണ്ടുപോകേണ്ടത്? ഡീസലും മറ്റു ഉൽപ്പന്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്തണം. അത് തടസ്സം വന്നപ്പോൾ, ആ ട്രേഡിന് തടസ്സം വന്നപ്പോൾ പ്രശ്നമായി. മാത്രമല്ല ഇതിലിപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൗദി അറേബ്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, പിന്നെ
തുർക്കിയുണ്ട്. അപ്പം ഈ തുർക്കി പല വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാശ്മീർ വിഷയത്തിലെല്ലാം കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ അനുകൂലമായിട്ട്. അപ്പം പലപ്പോഴും നമ്മളുമായിട്ട് കൊമ്പ് കോർക്കുന്ന രാജ്യം കൂടിയാണ് തുർക്കി. അപ്പൊ ഈ മൂന്നിൽ രണ്ടും നമുക്കെതിരാണെന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. അതായത് ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. രണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സമവാക്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ തുർക്കിയും ഇന്ത്യക്കെതിരായി നിൽക്കുന്നവരാണ്. പിന്നുള്ളത് ഈ സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് അനുകൂലമായിട്ട്, അനുകൂലം എന്ന് പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ നിൽക്കുന്ന ഒരു ബന്ധം. അതിനപ്പുറത്തോട്ട് നമ്മൾ ഡിഫൻസ് പരമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ മൂന്നിൽ രണ്ട് രാജ്യവും ഇന്ത്യക്കെതിരാണ്. അപ്പൊ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും എങ്ങനെയായാലും നമ്മൾ പാകിസ്ഥാനിന് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നലെ അടക്കം ഒരുപാട് തീവ്രവാദികൾ കാശ്മീരിന്റെ പല ഭാഗത്തും വണ്ടി ഇടിച്ച് ഇറക്കി എന്നുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അപ്പൊ എപ്പോഴും ഇന്ത്യയിൽ സർവ്വസാധാരണമായി വരുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ എപ്പോ ആണെങ്കിലും ഒരു പൊട്ടിത്തെറിയിലോട്ട് സ്പാർക്ക് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. ഇനി ഇതൊരു യുദ്ധത്തിലോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ നിൽക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ് പിന്നെ സൗദിയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ക്ലോസ് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ള സൗദിയുടെ ഭാഗത്ത്. പക്ഷേ തുർക്കിക്ക് അത് ബാധകമല്ലല്ലോ. തുർക്കിക്ക് ബാധകമല്ല. അപ്പോൾ പിന്നെ തുർക്കി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാം. തുർക്കി സഹായിക്കാൻ വന്നിട്ടുണ്ടോ? ഇനി വേറൊരു തുർക്കിയുടെ പൊസിഷൻ, കുർദുകൾ എവിടെയുള്ളവരാണെന്നറിയാമോ? കുർദിഷ് പോപ്പുലേഷൻ ഉണ്ട്. അവർ തുർക്കിയിലുള്ളവരാണ്. അവർ ഇറാനിലേക്ക് സൈന്യത്തെ തന്നെ വിടുന്നവരാണ്. ഇറാനിലേക്ക് അമേരിക്ക ഇസ്രായേൽ പക്ഷത്തിന് അനുകൂലമായി സൈന്യത്തെ തന്നെ വിടുന്ന ഇതാണ് അവർ ചെയ്യുന്നത്, അല്ല തുർക്കി ചെയ്യുന്നത്. അപ്പോൾ ഈ തുർക്കിക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഇന്ത്യ അവരെ എതിർക്കാന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ലാഭം അവർക്കുണ്ട്, സാമ്പത്തിക ലാഭമുണ്ട്. നമ്മൾ അവരായിട്ടൊരു കോൺഫ്രണ്ടേഷൻ വരേണ്ട ഒരു മേഖലയും വരുന്നില്ല. ഉണ്ടോ? ഡയറക്റ്റായിട്ട് തുർക്കിയായിട്ട് കോൺഫ്രണ്ടേഷൻ വരേണ്ട ഒരു മേഖലയും വന്നില്ല. ഈ പുൽവാമ എഗ്രിമെൻ്റ് ഇതുണ്ടായപ്പോഴോ അവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോഴൊന്നും തുർക്കി സഹായം പറഞ്ഞുള്ളൂ, എടുത്ത് ആയുധം കൊടുക്കും. തുർക്കിക്ക് സഹായിക്കാന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സഹായിക്കുന്ന ആയുധം കൊടുക്കും. തുർക്കിയുടെ ഏറ്റവും കൂടുതൽ അബൻഡൻ്റായിട്ട് നാറ്റോ രാജ്യങ്ങൾ മിച്ചം ആയുധങ്ങൾ ഒത്തിരി, എന്നുവെച്ചാൽ വലിയ ടോപ്പല്ല, പക്ഷേ ബാലിസ്റ്റിക് മിസൈലൊന്നും അല്ലാത്ത ടാങ്കുകൾ, അങ്ങനെയുള്ള ആയുധങ്ങൾ, ഡ്രോൺ വിമാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം തുർക്കിയാണ്. അപ്പോൾ തുർക്കിക്ക് അത് വിൽക്കാനൊരു മാർക്കറ്റ് കിട്ടും. എവിടെയാണ്? സൗദിയും കിട്ടും, പാകിസ്ഥാനും വേണേ കിട്ടും. പാകിസ്ഥാന് കാശില്ല ഉണ്ടാക്കാൻ. അപ്പോൾ തുർക്കിയുടെ രണ്ടും ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ ബന്ധത്തിൻ്റെ പ്രശ്നം. പിന്നെ ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ലോക ഇസ്ലാമിക് മേഖലയിലാണ് സംഘർഷം മുഴുവൻ നടക്കുന്നത്. പശ്ചിമേഷ്യയിലാണ് ഇപ്പോൾ. അവിടെ ആരാ ജനവിഭാഗം ഏതാ? ഷിയയാണെങ്കിലും സുന്നിയാണെങ്കിലും അവിടെയാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സംഘർഷം ചെല്ലുന്നുണ്ടോ? ഇന്ത്യയിലേക്കും വന്നിട്ടില്ല. ഇന്ത്യയിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ വരണം. ഏഷ്യൻ്റെ ചൈന വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു, ഇതിനിപ്പോൾ സമാന്തരമായിട്ട് ഇന്ത്യക്ക് ഏത് തരത്തിലുള്ളൊരു, പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദുബായി ആയിട്ട് ഓൾറെഡി ദുബായ് സൗദി അറേബ്യ പ്രശ്നത്തിലാണ്. സൗദി അറേബ്യയേക്കാൾ സമ്പന്നമായ രാജ്യമാണ് UAE എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ ദുബായ്, അവിടെ സൗദി അറേബ്യയും UAE ആയിട്ടും പ്രശ്നങ്ങൾ അതാ പറഞ്ഞത്, കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദുബായിയെ നമ്മളെ ഭാഗത്ത് ചേർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദുബായ്, ഇന്ത്യ, ഇസ്രായേൽ, ആ 3 രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു സമാന്തരം, അല്ലെങ്കിൽ അവരെക്കാൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അമേരിക്കയ്ക്ക് പോലും ഭയമുള്ള, ഇപ്പോൾ ഇസ്രായേലിന് ആയുധമുണ്ട്, പൈസയുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ അവന് പൊരുതാനുള്ള ആളില്ല. 1000 പട്ടാളക്കാർ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. നമുക്കിവിടെ ഉണ്ട്. ഉക്രൈനിൽ പോലും റഷ്യക്ക് വേണ്ടി പോരാടാൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, മേഷനറീസ് ആയിട്ട് പോയിട്ടുണ്ട്. ആ രീതിയിൽ ഇസ്രായേലും ഇന്ത്യയായിട്ടൊരു ബന്ധം ഉണ്ടായാൽ മൊത്തം ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് മാറും. അതുപോലെ ഇതേ വാചകം തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഒരു രാജ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുന്ന തുല്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ത്രട്ടുള്ളപ്പം സൗദി അറേബ്യ ഏത് പരിധിവരെ മുമ്പോട്ട് പോകും? ഇതുവരെ ഇറാനെ സഹായിക്കാനായിട്ട് തുർക്കി വന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ പറ്റത്തെ? അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് ഷിയ സുന്നി എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. ആ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യക്ക് ഏതെങ്കിലും വശത്ത് നിന്ന് മുതൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നു അല്ലെ, അമേരിക്ക ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ആയിട്ട് പക്ക മാറ്റി. അമേരിക്ക പതുക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് മാറി. അത് നമ്മൾ ആദ്യകാല ചർച്ചകളിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അവസാനം ഇത് അമേരിക്ക ഇവരുടെ പടലേക്ക് വെച്ചിട്ട് പോകും, യുദ്ധം നിങ്ങൾ നടത്തിക്കോ. ഞങ്ങൾ അമേരിക്കയുടെ പെന്റഗൺ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 80% അമേരിക്കയുടെ ഇന്റർസെപ്റ്റ് തടയുന്ന സാധനങ്ങൾ അതെല്ലാം തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. 80 മുതൽ 90% വരെ സാധനം തീർന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ബില്ല് ആരുടെ പടലേക്ക് പോകും? ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ മിസൈലുകൾ പോകുന്നത്, കൂടുതൽ അറ്റാക്ക് വരുന്നത് UAE-യിലേക്കും കുവൈറ്റിലേക്കും അങ്ങനെയുള്ള സൗദി അറേബ്യയിലേക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ബില്ല് ആർക്കാണ് കൊടുക്കുന്നതെന്നറിയോ? ഈ ഇൻ്റർസെപ്റ്റർ വെച്ചും ഇറാനെ വരുന്ന മിസൈലുകളെ തടയുമ്പോൾ സൗദി അറേബ്യയിലേക്ക് വരുന്നത് അവർ കാശ് കൊടുക്കേണ്ടി വരും, കുവൈറ്റുകാർ കാശ് കൊടുക്കേണ്ടി വരും. ഈ കാശെല്ലാം ആരുടെ പടലേക്ക് വരും? ഈ കാശ് ഞാനൊരു ദളിത
ഏറ്റവും കൂടുതൽ ഇവർക്ക് ആദ്യം ഇവർ ചെയ്യേണ്ട ടർക്കിയായിട്ട് ഒരു രാജ്യമായിട്ട് കൂട്ടുകൊണ്ട് ഷിയ സുന്നി തർക്കം തീർന്ന് ഞങ്ങൾ ആയുധമെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുകയില്ല എന്ന് തീരുമാനിച്ചാൽ അന്ന് പ്രശ്നം തീർന്നു. അത് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തിടത്തോളം കാലം ഇസ്ലാമിക രാജ്യങ്ങളെ മറ്റുള്ളവരിട്ട് തട്ടിക്കൊണ്ടിരിക്കും. അതാ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞ 25-30 വർഷമായിട്ട് നടന്നിരിക്കുന്ന ഉക്രൈൻ യുദ്ധം ഒഴിച്ച് ബാക്കി എല്ലാ യുദ്ധങ്ങളും നടക്കുന്ന ഇസ്ലാമിക ഭൂമിയിലാണ്. മരിക്കുന്നവരാ ഏത് വശത്ത് മരിച്ചാലും ആരാ മരിച്ചേ? എത്ര അമേരിക്കക്കാർ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്? അതിനേക്കാൾ കൂടുതൽ കുവൈറ്റുകാരനും സൗദി അറേബ്യക്കാരനും മരിച്ചിട്ടുണ്ടെന്നേ ഇറാൻ്റെ മിസൈൽ ആക്രമണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 41 രാജ്യങ്ങളുടെ ഒരു ഇസ്ലാമിക് മിലിറ്ററി കൗണ്ടർ ഫോർ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് 41 രാജ്യങ്ങൾ അംഗങ്ങളുള്ള ഒരു ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അന്ന് ഈ പറഞ്ഞ പോലെ അതിന്റെ ഉന്നത നേതാവ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ നേതാവായിരുന്നു. അതന്നെ വലിയൊരു വിരോധാഭാസമാണ് ടെററിസം. അതെ. അപ്പം റഹീൽ ഷെരീഫ് അദ്ദേഹത്തിന്റെ പേരായിരുന്നു അത്. അപ്പം അദ്ദേഹമായിരുന്നു അതിന്റെ തലവൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ കാശ്മീരിന്റെ വിഷയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ട് കാശ്മീർ വിഷയത്തിൽ തുർക്കി നമുക്കെതിരെ പലപ്പോഴും നിലപാടെടുത്തിട്ടുണ്ട്. പ്രസ്താവന മാത്രം കൊടുത്തിട്ടില്ല. അത് അവിടെ ഇരുന്നെങ്ങാണ്ട് വിമ്പളക്കാന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സൗദി തുർക്കി ബന്ധം പണ്ട് 2018 മാധ്യമ പ്രവർത്തകനായ ജമാൽ കഷോഗ്ജി എന്ന് പറഞ്ഞ ഒരാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സൗദിയാണ് കൊന്നതെന്ന് പറഞ്ഞ തുർക്കിയും ഇവർ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അതെല്ലാം ഇപ്പൊ എനിക്ക് തോന്നി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഏതൊരു പ്രശ്നവും താൽക്കാലിക ഒരു സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ അല്ല, അതിൽ ജിയോ പൊളിറ്റിക്സിൽ ഇല്ല എന്നുള്ളതാണ്. ഇല്ല, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇപ്പോൾ അതാണ് ട്രംപ് കൃത്യമായിട്ട് കണ്ടെത്തി. ലാഭം കിട്ടുന്ന ഇടപാടിന് എല്ലാവരും ഉണ്ട്. അവരവർക്ക് ലാഭം കിട്ടിയാൽ എല്ലാവരും ഇടപാടിനുണ്ട്. ഇപ്പം അമേരിക്കയുടെ കൂടെ ഇവർ നിൽക്കുന്നതിൻ്റെ കാര്യം ആശയപരമായ സ്നേഹമുള്ളതുകൊണ്ടാണ്. ട്രംപിനെ ഇവർ സ്നേഹിക്കുന്നതുകൊണ്ടാണോ സൗദി അറേബ്യയും കുവൈറ്റും UAE ഒക്കെ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നത്? അല്ല, ഇസ്രായേൽ പോലും അല്ല. ഇസ്രായേലിനെതിരായിട്ട് പറയും നീ പോടാ പുള്ളി എന്ന് പറയും. ഇസ്രായേലിന്റെ ബലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇപ്പം നല്ല ബലമാണ്. അവന് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നേ. ഇന്ത്യയുടെ ഈ ലോക രാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനികമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് പരിശീലിക്കപ്പെട്ട പട്ടാളക്കാരെ 15 വർഷം അല്ലെ 10 വർഷം സർവീസ് കഴിഞ്ഞ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്നവരുണ്ട്. ഇവർക്കെല്ലാം നല്ല സാലറി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ പോകും. എല്ലാവരും പോകും. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ റഷ്യയിലേക്ക് വരെ പോയി. അങ്ങനെയുള്ളൊരു വിഭാഗം ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ഇസ്രായേലിന് പെർമിഷൻ കൊടുത്താലോ എങ്ങനെ ഇരിക്കും? അപ്പം അങ്ങനെ ഇത് നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ബുദ്ധി മാത്രമല്ല, ഈ വിവരങ്ങളെല്ലാം അവർക്കും അറിയാം. സൗദി അറേബ്യക്ക് അറിയാവുന്നത്, ഇറാൻ അറിയാം. ഇത് ഇസ്രായേലിനെ ഇന്ത്യയെ കൂടുതൽ പിണക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നറിയാം. പക്ഷെ ഇന്ത്യ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വരട്ടെ, നമ്മുടെ കപ്പലിൻ്റെ വെടിവെക്ക് വരും, വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അതിന് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എണ്ണ ആവശ്യമില്ല. ഇതിനിടെ തന്നെ മറ്റൊരു കാര്യം ചർച്ചാ വിഷയത്തിൽ ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പ്രശ്നം നടക്കുമ്പോൾ തന്നെ സൗദി അറേബ്യയുടെ ഒരു ഹെലികോപ്റ്റർ പാകിസ്ഥാനിലോട്ട് പോകുന്നു, തിരിച്ചത് സൗദി അറേബ്യയിലോട്ട് തിരിച്ചു വരുന്നു. അതിന്റെ വരുന്ന വഴിയിൽ ഇറാൻ മിസൈൽ വിട്ടുങ്ങാണ്ട് അതിനെ തകർത്തു എന്നുള്ള വാർത്ത അല്ല, അത് കൺഫേം ആണ്. സൗദി അറേബ്യ പറഞ്ഞ് അവരുടെ ഒരു ഹെലികോപ്റ്റർ നശിപ്പിച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ള സാധനം അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞു. അവരുടെ 2 മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ മരിച്ചു എന്നുള്ളതും പറഞ്ഞു. അത് പാകിസ്ഥാനിൽ പോയി വരുന്ന വഴി, അതായത് സൗദി അത് ഭയങ്കര നിഗൂഢമായിരുന്നു. അതിന് പിന്നീട് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്ന് പാകിസ്ഥാനിലോട്ട് പോകുന്നു, തിരിച്ചു ഇങ്ങോട്ട് വരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഇറാൻ ആക്രമിക്കുന്നു. ഇറാനിലെ ആരോ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത പ്രകാരം അതിൽ ഈ പറഞ്ഞ പോലെ അണുവായുധ വിശദീകരണം, എങ്ങനെ അണുവായുധം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സൗദി അറേബ്യയിലോട്ട് കൈമാറി തിരിച്ചു വരുന്ന വഴിയാണ് ഈ പറഞ്ഞ പോലെ ഇറാൻ കയറി ആക്രമിച്ചതെന്നുള്ളത്. അതിലുള്ള പല വ്യാഖ്യാനം വന്നത് ഇസ്രായേൽ തന്നെ ഇറാന് ഒറ്റിക്കൊടുത്തു എന്നുള്ള സാധനമാണ് വന്നിരുന്നത്. കാരണം അത് ഇസ്രായേലിനും പ്രശ്നമാണ്. സൗദി അറേബ്യ പോലത്തെ രാജ്യം ആണവായുധ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ അത് വലിയ ഭീഷണിയാകാൻ പോകുന്നത് ഇസ്രായേലിനും കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ ഇതിനിപ്പോൾ അമേരിക്കനെ കൗണ്ടർ ചെയ്യാനായിട്ട് അണുവായുധം ഉണ്ടാക്കാനും അണുവാർജ പ്ലാന്റുകൾ സ്ഥാപിക്കാനും സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുക. കാരണം അങ്ങനെ അമേരിക്കയുടെ സഹായത്തോടെ സഹായിച്ചാൽ ഇവിടെ വരും, അവന്റെ കൺട്രോൾ വരും. പക്ഷെ ഇപ്പൊ സൗദിക്കാണ് അമേരിക്ക ഈ ഓഫർ കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാം അണുവായുധം ഉണ്ടാക്കാനുള്ളത്. പക്ഷെ അത് ഇസ്രായേലിന് സഹിക്കാൻ പറ്റും? അല്ല, അത് ഇവരെ ഇസ്രായേൽ ഇപ്പൊ തന്നെ അമേരിക്കയോട് വേണം അത്യാവശ്യം വന്ന പോടാ പുള്ളി എന്ന് പറയുന്ന സ്റ്റൈലിലാണ് നിൽക്കുന്നത്. അത് അമേരിക്ക മുമ്പ് ഒരു രാജ്യത്തെ പൂർണ്ണ ശക്തമായി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ശക്തിയുള്ള പ്രത്യേകിച്ച് രാജ്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. സാറിനൊറ്റ ചോദ്യം, അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇത്തരത്തിൽ അണുവായുധത്തിന്റെ എല്ലാവിധ രഹസ്യങ്ങളും സൗദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി എന്തായിരിക്കും?
ഇസ്രായേൽ എന്തായിരിക്കും ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യം? ഇസ്രായേൽ വെറുതെ ഇരിക്കും? ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല, അവര് പോയി തിരിച്ചാക്രമിക്കും. അത് വരുന്നതിന് മുമ്പ് പണ്ട് അല്ല അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മുഴുവൻ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്ക ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ മുഴുവൻ കൊടുത്തിട്ടായിരിക്കും മിലിറ്ററിയെ സഹായിക്കാൻ പോകുന്നത്. ഇതിൽ പക്ഷെ ഇവിടെ ആയുധത്തിന്റെ അണുവായുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റേഡിയോ ആക്റ്റീവ് തരംഗം വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അപ്പൊ നമ്മൾ ആയുധം കൊടുക്കുന്ന പോലെ ആവില്ല അണുവായുധം ഇട്ട് കഴിഞ്ഞാൽ. നേരത്തെ പണ്ട് കാലത്തൊരു പോളിസി ഉണ്ടായിരുന്നു, ഈ യുദ്ധത്തിൻ്റെ അതായത് ഹൈ ടെക്നോളജി ഉപയോഗിച്ചുള്ള യുദ്ധത്തിൻ്റെ എഫക്റ്റിനെ കുറിച്ച്. അതിപ്പോൾ കുറേ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. മാഡ് എന്ന് പറയും, മ്യൂച്വലി അറേഞ്ച്ഡ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. ആരും ജയിക്കുന്നതിനെ പറ്റി പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം റഷ്യ അമേരിക്ക മുമ്പ് വെച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. റഷ്യ അമേരിക്കയും കൂടെ യുദ്ധം പോയാൽ അത് പ്രധാനപ്പെട്ട കാഷ്വാലിറ്റി ആരും ജയിക്കുകയില്ല. അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. അതേ സാഹചര്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുപോകും. ഇറാൻ തകർന്ന ഇപ്പോൾ സൗദി അറേബ്യ തകരും. സൗദി അറേബ്യ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ വാക്കിന് തന്നെ അതിൻ്റെ പ്രാധാന്യമുണ്ട്, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. മാഡെന്ന അതിൻ്റെ ഷോർട്ട് ഫോം തന്നെ ഭ്രാന്ത് എന്നുള്ള അർത്ഥം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ രീതിയിലുള്ള സംവിധാനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ മാൻ പവർ മോശമല്ല, ചൈനയുടെ മാൻ പവർ മോശമല്ല. ചൈനയ്ക്ക് റഷ്യയുടെ അവിടെ ഏത് സമയത്ത് എൻഗേജ് ചെയ്യണം. ഇന്ത്യക്ക് അയൽവക്കത്ത് ചൈനയെ മാത്രമായിട്ട് എൻഗേജ് ചെയ്താൽ മതി. ചൈനയെ ബാലൻസ് ചെയ്യാൻ എല്ലാ കാലത്തും റഷ്യയുണ്ട്. ഇതുപോലെ അമേരിക്ക നമ്മളെ ഇടപെടുന്നുണ്ടോ, നമ്മളും റഷ്യയായിട്ട് ഇതുപോലെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്താ ഇപ്പോൾ സൗദി അറേബ്യയും പാകിസ്ഥാനും തുർക്കിയും കൂടി ഉണ്ടാക്കുന്നത് പോലെ ഒരു എഗ്രിമെൻ്റ് റഷ്യ ഇന്ത്യയായിട്ട് ഉണ്ടാക്കി. ഇന്ത്യ ആരെ ആക്രമിച്ചാലും ഞങ്ങളെ ആക്രമിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കുമെന്ന് അന്ന് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് റഷ്യ പ്രഖ്യാപിച്ചു. അമേരിക്കൻ കപ്പൽപ്പെടന്ന് വന്നിടത്ത് നിന്നു. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം. പക്ഷെ ഇവിടെ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലുള്ള പണ്ട് തൊട്ടേ പറയുന്ന ആഗ്രഹം, കാഷ്വാലിറ്റി യുദ്ധം എന്ന് പറയുന്ന ഉത്തരമല്ല, ഒരു കാര്യത്തിലും ഉത്തരമല്ല. ഈ എണ്ണ സമ്പത്ത് എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമുള്ളതാണ്. ആരുടെ നശിച്ചാലും അത് ലോകത്തിൻ്റെ നാശം, മനുഷ്യവർഗത്തിൻ്റെ നാശം. എണ്ണ സമ്പത്ത് 2 ആഴ്ചയുടെ യുദ്ധം തീർക്കുന്നതാണ് അമേരിക്ക ഇറാനിലോട്ട് വന്നത്. അവന് യുദ്ധം തീർന്ന വല്ല ലാഭമുണ്ടോ? ആ 2 ആഴ്ച ഇപ്പോൾ 6 മാസമായി. അന്ന് നമ്മുടെ ആദ്യത്തെ ചർച്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തീർക്കുന്ന ആൾക്കാർ നഷ്ടം. ഏറ്റവും യുദ്ധം അന്ന് നിർത്തിയിരുന്ന ഏറ്റവും കൂടുതൽ നഷ്ടം പറ്റുന്ന ആൾക്കാർ. അമേരിക്കയുടെ ആയുധം മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുന്നേ. ഇപ്പൊ അമേരിക്ക തന്നെ പെന്റഗൺ തന്നെ പറയുന്നുണ്ട് ഈ യുദ്ധം അമേരിക്കക്ക് വേണ്ടാത്തതായിരുന്നു. അല്ലാതെ അത് ഇനി അവിടുന്ന് ഒരു തൽക്കാലം നിർത്താൻ വേണ്ടി പറയാം. കാരണം പറയുന്നത് അല്ല, ഒരു കാര്യം കൂടെ പറയാം. 2 കൂട്ടരുടെ ഈഗോയാണ്. അത് നമ്മൾ പറഞ്ഞ ഒത്തിരി സമയം കൂടുന്നുണ്ടോ? അല്ല, നമുക്ക് ഇതിലൂടെ പറഞ്ഞ രണ്ടാക്കാൻ നോക്കാം വേണമെങ്കിൽ. ഇത് അമേരിക്കയുടെ ഈഗോ എന്ന് പറയുന്നത് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ എല്ലാം ഈഗോയാണ് ഇപ്പോൾ വരുന്നത്. 2 കൂട്ടരും ജയിച്ചെന്ന് അവകാശപ്പെടണം. എല്ലാവർക്കും ജയിച്ചു എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഹോർമസ് കടലിലെടുക്കുന്ന നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണം. ഇപ്പം ആ എഗ്രിമെൻറ്റ് ആരുമായിട്ട് ഒപ്പുവയ്ക്കാൻ പോകുന്നറിയാമോ? ഒമാനും ഇറാനായിട്ട് ഒപ്പുവയ്ക്കും. ഒമാനും അമേരിക്കയായിട്ടൊരു ധാരണയിലെത്തും. ഒമാനും അമേരിക്കയായിട്ടും കൂടെ ധാരണയിലെത്തുമ്പോൾ അതിന് ആ ഈഗോ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഇറാനും അമേരിക്കയും ഡയറക്റ്റായിട്ട് കീഴടങ്ങുകയോ ജയിക്കുകയോ ചെയ്യുന്നില്ല. പകരം ഒമാൻ അവിടെ അമേരിക്കയ്ക്ക് വേണ്ടി എഗ്രിമെൻ്റ് ഒപ്പിക്കും. ഇതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇത് മുൻകൂട്ടി കാണാതെ നമ്മൾ എടുത്തു ചാടി അതായത് മോഡി ഒരു ആകെ പാടെ ഇത്രയും വിദേശ നയത്തിൽ ഒരു മണ്ടത്തരം കാണിക്കാതിരുന്നത് ഇവിടെയാണ്. എടുത്തു ചാടി ഒരു പക്ഷത്ത് നിൽക്കാൻ ഇറാനെതിരായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നെന്ന് പറയുന്നല്ലാതെ വേറെ പ്രകടമായ മറ്റു കൂടുതലൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അല്ലെ അമേരിക്കക്കെതിരായിട്ടോ അല്ലെ സൗദി അറേബ്യക്കെതിരായിട്ടോ നിൽക്കാനായിട്ട് ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യ ഈസ് പ്ലേയിങ് സേഫ് ജസ്റ്റ് ലൈക്ക് തുർക്കി.